അതിനി വലിച്ചു നീട്ടി പ്രശ്നം ഉണ്ടാക്കണ്ട. MLA സ്ഥാനം രാജിവെക്കണോ ഇല്ലയോ എന്ന് ഇനി പാർട്ടിയല്ല തീരുമാനിക്കുന്നത്. അദ്ദേഹത്തിനെ ജയിപ്പിച്ച ആൾക്കാരുമാണ് അത് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് ഈ കേസിന്റെ ഒരു ശിക്ഷ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ മാത്രമേ ആൾക്കാർ മാറി ചിന്തിക്കുകയുള്ളൂ. അതുവരെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രതിരോധം തീർക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിനെ വിക്ടിമൈസ് ചെയ്തെന്നാണ് അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. അങ്ങനെയൊക്കെ തന്നെ പിന്തുണയ്ക്ക് ഒരു കുറവുമില്ല. അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണം വന്നെങ്കിലും പിന്തുണയ്ക്ക് അതിശക്തമായ പിന്തുണ ഉണ്ട് എന്ന് തന്നെ കരുതുന്നത്. അതുകൊണ്ട് അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാലും അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് രാഷ്ട്രീയപരമായ ഒരു കേസാണ് എന്നാണ് അദ്ദേഹം. കാരണം കൺസെൻറ്റോടെയുള്ള സെക്സ് ഇന്ത്യയിൽ ഇപ്പം അതൊരു കുറ്റകരമായ കാര്യമല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ ഹൈക്കോടതിയിലെ മൂവ്മെന്റ് അറിഞ്ഞ ശേഷമായിരിക്കണം അദ്ദേഹം ജാമ്യം ലഭിച്ചില്ലെങ്കിൽ സറണ്ടർ ചെയ്ത്. അതേസമയത്ത് രണ്ടാമത്തെ കേസിന്റെ അന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകും. അതിനകത്ത് എവിഡൻസ് വല്ലതും ഉണ്ടോ എന്താണെന്ന് നോക്കണം. കോൺസെൻഷ്വൽ ഒരു സെക്ഷൽ ആക്ടിവിറ്റി നടന്നാൽ ഓഫൻസ് ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരട്ടെ. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ച സാഹചര്യം വന്നെങ്കിൽ തീർച്ചയായിട്ടും സറണ്ടർ ചെയ്യുന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നല്ലതെന്ന് ഞാൻ കരുതുന്നു.